നമ്മൾ നേരെ മെഹ്റംപൂരിലെത്തി. 5:30 അടയ്ക്കുമെന്ന് പറഞ്ഞു. പെട്ടെന്ന് കയറി കണ്ടിട്ട് ഇറങ്ങാൻ പറഞ്ഞു. ടിക്കറ്റ് ഉണ്ടായിരുന്നില്ല. സോ ഉള്ളിലേക്ക് പോയിക്കൊണ്ടിരിക്കാം. മിർജാൻ ഫോർട്ട് എക്സ്പ്ലോർ ചെയ്യുകയാണ്. സണ്ണ് ഓൾമോസ്റ്റ് സെറ്റ് ആവാറായി. 5:30 ഇറങ്ങി കൊടുക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതുവരെ നോട്ടീസൊന്നും വന്നിട്ടില്ല. അപ്പോൾ ഇങ്ങനെ നടക്കുക. അതിൻ്റെ അകത്ത് ഒരുപാട് ടൂറിസ്റ്റുകളുണ്ട്. ടൂറിസ്റ്റുകളെന്ന് പറയാൻ പറ്റില്ല, ഇവിടെയുള്ള ലോക്കൽസാണ് കൂടുതലും ഉള്ളത്. പിന്നെ ഉള്ളിൽ കയറുന്ന വഴിക്ക് ഇവർ നമ്മുടെ ബാഗിൽ നിന്ന് ഗോപ്രോയോ സെൽഫി സ്റ്റിക്കോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചെക്ക് ചെയ്തു. ക്യാമറയൊക്കെ അലോടായിരുന്നു. എനിക്ക് തോന്നുന്നത് ഇവിടെ ഒരുപാട് വോൾസൊക്കെ ഇടിഞ്ഞു കിടക്കുക. അപ്പോൾ അത് മഴ സമയമൊക്കെ ആകുമ്പോൾ കുറേ കൂടെ സ്ലിപ്പർ ചെയ്യാം. ആക്സിഡൻസൊക്കെ ഉണ്ടാവാം. അതുകൊണ്ട് ഒരുപാട് ബോർഡ്സും കാര്യങ്ങളൊക്കെ വച്ചിട്ടുണ്ട് ഇവിടെ പോകരുതെന്നൊക്കെ പറഞ്ഞിട്ട്. സോ അതിൻ്റെ ഒരു റെസ്ട്രിക്ഷൻ മാത്രമേ ഉള്ളൂ. പിന്നെ ആൾക്കാരൊക്കെ ക്രൗഡും കാര്യങ്ങളൊന്നും ഇല്ല.
സമയമായപ്പോൾ തന്നെ ഫിസിലടിയൊക്കെ കേൾക്കുന്നുണ്ട്. സമയം ഇറങ്ങിക്കോളാൻ പറയുന്നുണ്ട്. എല്ലാവരും ഇറങ്ങുക. സോ അങ്ങനെ വലിയ ടൈമൊന്നും വേണ്ട. ജസ്റ്റ് ഒരുപാട് പുളിഞ്ഞ് കിടക്കുന്നു, കുറേ പുല്ലൊക്കെ പിടിച്ച് കിടക്കുന്നു. മിർജാൻ ഫോർട്ടിൽ നിന്ന് നേരെ ഹോട്ടലിലേക്ക് വന്നു, റൂമിലേക്ക് വന്നു. ഇനി ഫ്രഷായിട്ട് വേണം നേരെ മഹാബലേശ്വർ ടെമ്പിളിൽ പോകാൻ. ഓൾമോസ്റ്റ് ഇപ്പോൾ 7 മണി ആയിട്ടുണ്ട്. ഇനി 7:30 ഫ്രഷായിട്ട് ഇറങ്ങണം. സോ പ്ലാനിലൊരു ചെറിയ മാറ്റം. ഇന്ന് നമ്മൾ നേരെ മഹാബലേശ്വർ ടെമ്പിളിൽ പോകുന്നില്ല. നാളെ രാവിലെ മഹാബലേശ്വർ ടെമ്പിളിൽ പോകാനാണ് ഇപ്പം പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ നമ്മളിപ്പം ചെയ്യുന്നത് ഫുഡ് കഴിച്ചിട്ട് ഇനി നേരെ കടൽ ബീച്ച് എന്ന് പറയുന്നത് നമ്മൾ ഇന്നലെ പോയിട്ടുണ്ടായിരുന്നു. അവിടെ കുറച്ച് നൈറ്റ് ലൈഫിന് എന്തോ സംഭവം ഉണ്ടെന്ന് പറയുന്നു. സോ ഇവിടെ 1 മണിക്കൂറോളം വാക്കുണ്ട്. നോക്കട്ടെ, നേരെ അങ്ങോട്ടേക്കാണ് പോകുന്നത്. നമ്മൾ എന്ത് ചെയ്തെന്ന് വെച്ചാൽ അവിടെ നിന്ന്, അതായത് ഗോകർണ മെയിൻ ബസ് സ്റ്റാൻഡിൽ നിന്ന് ഒരു ഓട്ടോ എടുത്തിട്ട് നേരെ കടൽ ബീച്ചിലേക്ക് വന്നു. അപ്പോൾ നേരെ അങ്ങോട്ട് പോവുക. മോസ്റ്റ് പ്രോബബ്ലി നല്ല പ്ലേസ് വല്ലതും, മീൻസ് നൈറ്റ് ലൈഫിന് എന്തെങ്കിലും കാണുമെന്ന് വിചാരിക്കുന്നു. വന്ന വഴിയിൽ പ്രകാശോ ലൈറ്റോ ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ നമ്മൾ ഫ്ലാഷൊക്കെ അടിച്ചെത്തി. വലിയ വൈബൊന്നുമില്ല കേട്ടോ. കുറേ ഷോപ്പുകൾ, കഫേയിൽ ലൈറ്റ് അടിച്ചിട്ടുണ്ട്. അങ്ങോട്ട് പോയി നോക്കട്ടെ. ഇതൊരു മൂലയിലാണ് നിൽക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ കടൽ ബീച്ചിൻ്റെ ഒരു മൂലയിലാണ്. അങ്ങോട്ട് പോയി നോക്കട്ടെ. ചിലപ്പോൾ കഫേയിലൊക്കെ കയറാം. അങ്ങനെ കുറച്ച് നേരം സീ വ്യൂ കഫേയിൽ കയറി കുറേ നേരം ഇരുന്നു. അവിടെ നിന്ന് കുറേ സോഫ്റ്റ് ഡ്രിങ്ക്സൊക്കെ കുടിച്ചു, ഫുഡ് കഴിച്ചു. എന്നിട്ട് നേരെ നമ്മൾ കുറച്ച് നേരം ബീച്ചിലൂടെ നടന്നുകൊണ്ടിരിക്കുക. ഇനി ഇവിടെ നിന്ന് നേരെ റൂമിലേക്ക് പോവുക, എന്നിട്ട് പോയി കിടന്ന് ഉറങ്ങുക.